നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇന്നത്തെ ചോദ്യം, അങ്ങയുടെ ഭാരതയാത്രയിൽ അങ്ങയുടെ കൂടെ വന്നത് ബ്രഹ്മദേവനാണ്. അതെ. എങ്ങനെ ബ്രഹ്മദേവൻ എന്നുള്ള ദൈവത്തിനെ കൂടെ പിടിക്കാൻ അങ്ങനെ തോന്നി? എന്താ അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതിൽ തന്നെ അമ്പലങ്ങളിൽ തന്നെ ബ്രഹ്മദേവന്റെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ബ്രഹ്മദേവനെ പൂജിക്കുന്നുള്ള രീതിയോ ഇതൊന്നും ആർക്കും തീരെ പരിചയമില്ലാത്തതാണ്. പക്ഷെ എങ്ങനെ അങ്ങത് ആ ഐഡിയ അങ്ങയുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായി? ഇത് ആരെങ്കിലും ഗൈഡ് ചെയ്തതാണോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പൂജാ പണ്ഡിതൻ ഒരാൾക്കാർ ഗൈഡ് ചെയ്തതാണോ? ബ്രഹ്മദേവൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് ഉണ്ടായിക്കോട്ടെ എന്നുകൊണ്ട് ഗൈഡ് ചെയ്തതാണോ, അതോ എനിക്ക് എന്നെ തോന്നിയതാണോ? അതെ, ഇതാണ് ഇന്നത്തെ ചോദ്യം. വളരെ നല്ല ചോദ്യം. ബ്രഹ്മദേവൻ വരാനുള്ള കാരണം എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല. ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുമായിരുന്നു. ത്രിമൂർത്തികൾ എന്നുള്ള ആരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സബ്ജക്റ്റ് തന്നെ കാസ്റ്റ് ഇറാഡിക്കേഷനാണ്, ജാതി നിർമ്മാർജ്ജനമാണ് എൻ്റെ സബ്ജക്റ്റ്. ഞാൻ 10-40 വർഷത്തിൽ കൂടുതൽ എൻ്റെ റിസർച്ച് നടത്തുകയും ഒരു പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് അവേ ഇന്ത്യ ഹിന്ദുയിസം ആൻഡ് അൺടച്ചബിലിറ്റി. ആ പുസ്തകം ആയിരക്കണക്കിന് 10,000-കണക്കിന് കോപ്പികൾ നമ്മൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാരതയാത്രയിൽ. അപ്പോൾ എന്തുകൊണ്ട് ബ്രഹ്മദേവൻ? അങ്ങനെ എനിക്ക് ജാതി നിർമ്മാർജ്ജനത്തിന് ഞാൻ ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തു. 2013 ഗവൺമെൻറ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് 2014 തോന്നി ഞാൻ തന്നെ ചെയ്യണം ജാതി നിർമ്മാർജ്ജനം. അപ്പോൾ അങ്ങനെ ഒരു ഭാരതയാത്ര നടത്തണമെന്ന് തോന്നി. അതിനു വേണ്ടി 2015. അപ്പോൾ അങ്ങനെയാണ് ബ്രഹ്മദേവൻ്റെ ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ച്, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ എനിക്കൊരു ദൈവം കൂടെ വേണം, ഒരു തുള എന്നുള്ള രീതി. അപ്പോൾ ബ്രഹ്മ വേണോ, വിഷ്ണുദേവൻ വേണോ, ശിവദേവൻ വേണോ, ദേവിമാരാരെങ്കിലും വേണോ? അപ്പോൾ എനിക്ക് ആലോചിച്ചു, വിഷ്ണുദേവനും ശിവദേവൻ ദേവിമാരൊക്കെയാണ് ഭയങ്കര എല്ലാവരും അറിയുന്നതാണ്. എനിക്ക് ഭയങ്കര ഇത് കിട്ടുകയും ചെയ്യും, പബ്ലിക് സോഷ്യൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യത. പക്ഷേ ഞാനിങ്ങനെ പല പ്രാവശ്യം അത് മനനം ചെയ്തപ്പോൾ എനിക്ക് തോന്നി അവർക്കാർക്കും സൃഷ്ടിയിൽ കാര്യമില്ല, ജാതി നിർമ്മാർജ്ജനമാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ സൃഷ്ടികർത്താവിന് മാത്രമേ അത് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് എനിക്ക് ബ്രഹ്മദേവൻ വേണം എന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ശില്പികളെ കാണുകയും അറേഞ്ച് ചെയ്യുകയും പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കി. അങ്ങനെ ഒരു ടാറ്റ LTP ബസ്, ഒരു ലോങ് ബോഡി ബസ്, ഒരു മൊബൈൽ ടെമ്പിളായിട്ട് അലങ്കരിച്ച് ആയിരുന്നു ഭാരതയാത്ര. അപ്പോൾ ഈ ഭാരതയാത്ര 95 ദിവസം ഭാരതയാത്ര നടത്തി. ഭാരതയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇതെവിടെയെങ്കിലും, അപ്പോൾ ഈ പോകുമ്പോഴൊന്നും എനിക്കിതിൻ്റെ യാതൊരു തോന്നലും എനിക്കില്ല, മനസ്സിലില്ല. ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എവിടെ കൊണ്ടുപോകും അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. ഞാനങ്ങ് പോവുകയാണ് ഇതിൻ്റെ കൂടെ. എനിക്ക് ഒരു നിമിഷം ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് എൻ്റെ മനസ്സിലാണ്, അതങ്ങ് പ്രാവർത്തികമാക്കുകയാണ്, അതങ്ങ് നടന്നു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇവിടെ തിരുവനന്തപുരത്തൊരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ നമ്മൾ ദിവസവും പൂജയും അതിന് പോയപ്പോഴും അതുപോലെയായിരുന്നു, യാത്ര ചെയ്തപ്പോഴും അതുപോലെയായിരുന്നു, ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചിന്തിക്കുന്നത്, എത്ര ആളിങ്ങനെ പോകും, ഇതെവിടെയെങ്കിലും വിഗ്രഹം സ്ഥാപിക്കണ്ടേ? അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്ന പലരോടും ചോദിക്കുക. അപ്പോൾ പലരും പറഞ്ഞു, ഇതുപോലെ ഞാൻ ചെങ്ങന്നൂർ പോയിട്ടുണ്ട്, സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കി, പൂർവിക സ്വത്തുണ്ട്, പക്ഷേ അവിടെ അമ്പലം പണിയാൻ യോഗ്യമായ സ്ഥലമല്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് പലയിടത്തും പത്തനംതിട്ട, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഇതറിഞ്ഞപ്പോൾ ഇത് എടുത്ത് അമ്പലം പണിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ പറഞ്ഞു, ഹുണ്ടി വെക്കുമോ? ഹുണ്ടി വെക്കും. ഇല്ലാതെ എങ്ങനെയാണ് സാർ ഇത്? ഞാൻ പറഞ്ഞു, ഹുണ്ടി വെക്കാൻ പാടില്ല. എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആ സമയത്ത്. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, ഹുണ്ടി വെക്കാൻ പാടില്ല. കാര്യം ഇത് വിൽക്കുന്നതല്ല, നിങ്ങൾക്ക് തന്നെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെറുക്കിട്ടേ കൊടുക്കത്തുള്ളൂ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് പറയുകയും, തെങ്കാശിയിൽ നമുക്ക് 2 ഏക്കർ സ്ഥലമുണ്ടല്ലോ, എന്തുകൊണ്ടൊന്ന് നോക്കിക്കൂടാ? അപ്പോൾ ഞാൻ തന്നെ പിറ്റേ ദിവസം തന്നെ ദുബൈയിൽ നിന്ന് വന്ന് അത് കണ്ടു. ഞാൻ അവിടെ കാലുകുത്തിയപ്പോൾ എനിക്ക് എൻ്റെ ശരീരമാകെ കോരിത്തരിച്ചു എന്ന് പറയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി, ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ഥലം, ബ്രഹ്മദേവന് ഇരിക്കാൻ യോഗ്യമായ സ്ഥലം ഈ കീഴപ്പട്ടാക്കുറിച്ചിയിലുള്ള 2 ഏക്കർ സ്ഥലമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കോൺട്രാക്ട് എഞ്ചിനീയറൊക്കെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ, ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ, ജനങ്ങൾ അറിയണമല്ലോ. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വന്നു. ബ്രഹ്മ ബസ്സിലുള്ളത് തിരുവനന്തപുരത്ത് നമ്മൾ ഈ ബ്രഹ്മലോകത്ത് കൊണ്ടുവന്നു. അന്ന് ശരിയായിട്ട് ബ്രഹ്മലോകം ഇല്ല, ബ്രഹ്മലോകം പിന്നെയാണ് വരുന്നത്. അന്ന് 2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അവിടെ കൊണ്ടുവന്ന് നമ്മളവിടെ ഇത് ചെയ്തു. അപ്പോൾ തന്നെ വരുന്നതൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര അതിശയങ്ങളായിരുന്നു നമ്മൾ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴൊക്കെ. അതായത് മഴയില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന തെങ്കാശി ഭാഗം, മാസങ്ങളോളം മഴയില്ലാതെ വരുന്നു. അവർ പറഞ്ഞാണ്, ഞാനിതൊന്നും അറിയുന്നില്ല, അവിടെ പറഞ്ഞതാണ്. ഭയങ്കര കൊല്യാനും ഇടിയും മിന്നലുമായിട്ട് അതിഭയങ്കര മഴ. തെങ്കാശിയിൽ നമ്മുടെ ബസ്
അങ്ങോട്ട് ചെന്ന് അതിൻ്റെ നമ്മൾ പറയാമല്ലോ ബസ്സിൻ്റെ ഫസ്റ്റ് വീൽ അവിടെ കയറുമ്പോഴെന്ന് വേണേൽ പറഞ്ഞോളൂ ഇതാണ്. അതുപോലെ നമ്മൾ ഈ 2 ഏക്കറിലോട്ട് ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ബോംബെയിൽ നിന്നും പ്രസ് റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് അവർ വന്നതാണ്. അവരെല്ലാം ഇത് ഭയങ്കരമായിട്ട് അതിശയമായിട്ട് കണ്ടു. പിന്നെ അവിടെ നടന്നതൊക്കെ എല്ലാ അതിശയങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും അതൊരു അതിശയ സ്ഥലമായിട്ടാണ് തോന്നുന്നത് ബ്രഹ്മലോകം. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രസ് കോൺഫറൻസ് തന്നെ നടത്തി ഇതിൻ്റെ എല്ലാവരും ഒന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കൊത്തളം മഹാരാജാവ് ഉണ്ടായിരുന്നു, നമ്മുടെ ശ്രീ അയ്യപ്പൻ്റെ ഭഗവാന്റെ ബാരിസ്, അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ പ്രസ് കോൺഫറൻസിൽ. അപ്പോൾ പ്രസ്സുകാരെന്നോട് ചോദിച്ചു, സാർ ഈ കാശെല്ലാം എവിടെ നിന്നാണ്? കുണ്ടി വെക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണ്, ഇതെങ്ങനെ നടക്കും? പിന്നെ 2 ഭാരതയാത്ര നടത്തിയെന്ന് പറഞ്ഞു. ഇതും കണ്ടിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാകുമല്ലോ, ഇങ്ങനെ ഇതാണ് ഉദ്ദേശം പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിൽ തോന്നിയതാണ്. ഞാനുടനെ ചോദിച്ചു, നിങ്ങൾ പുഷ്പഭഗവാൻ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. പുഷ്പഭഗവാനത്തിൽ കൊണ്ട് ഭഗവാൻ ദൈവം ബ്രഹ്മദേവൻ കൊണ്ട് കൊട്ടും പണം. ഇതാണ് എൻ്റെ മനസ്സിലപ്പോൾ വന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഇത് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലപ്പോൾ വന്നതാണ്. ഇതൊന്നും നേരത്തെ പ്രീ തോട്ടല്ല ഇതൊന്നും. ഇതൊക്കെ എൻ്റെ വരുന്നതെല്ലാം ഓരോ ആ നിമിഷത്തിൽ വരുന്ന ചിന്തകളാണ്. അത് ദൈവം എൻ്റെ മനസ്സിൽ ഇടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഭാരതയാത്രയിലൊക്കെ കണ്ടു. ഞാൻ ഇതുപോലെ തന്നെ കണ്ട വ്യക്തിയാണ്. അതായത് ബ്രഹ്മലോകത്തിൽ ബ്രഹ്മദേവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നിമിഷം വരെ ഒരു നയ പൈസയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. എന്നാൽ കാശ് കിട്ടുമല്ലോ, കാശ് വെച്ചിട്ടുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. കാര്യമായിട്ടാണ്. ഇതിലൊന്നും സ്വരൂപിച്ച് വെച്ചൊരു ഫണ്ട് സ്വരൂപിച്ചില്ല. ഭാരതയാത്ര പോയപ്പോഴും അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്നോട് അടുത്ത ചിലരൊക്കെ ചോദിച്ചു, എൻ്റെ വീട്ടുകാർ തന്നെ ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഇതൊക്കെ നിങ്ങൾ നടന്നു പോകുമെന്ന് പറഞ്ഞു. പിന്നീട് അവർ എങ്ങനെ നടന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതുപോലൊക്കെ തന്നെയാണ് അതിശയോക്തി. ഞാൻ പല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഞാൻ അറിയാതെ പൊട്ടി മുളച്ച് അങ്ങ് പടർന്ന് പന്തലിക്കുക എന്ന് പറയത്തില്ലേ, അത് ഈ ആവശ്യം വരുമ്പോഴാണത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഞാനതൊക്കെ തന്നെയാണ് ചിലവാക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രഹ്മലോകം സ്ഥാപിക്കുന്നു, അമ്പലം പണിയുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചില ആൾക്കാർ എപ്പോഴും ഉണ്ടാവുമല്ലോ സമൂഹത്തിൽ, അങ്ങനെ ആൾക്കാരുണ്ടാവും. എനിക്കെതിരായിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഗവൺമെൻറ്റിനും കളക്ടർക്കും പ്രൈം മിനിസ്റ്റർക്കും ഇൻകം ടാക്സിനും ഒക്കെ ഇങ്ങനെ ഭയങ്കര 2-3 കംപ്ലൈൻറ്റ് പരാതിയാണ് എൻ്റെ പേരിലുള്ളത്. ഒന്ന്, ഞാൻ എന്താണ് ആൾക്കാരെ പൂണൂൽ അണിയിപ്പിക്കുന്നു, കാണുന്നവരെയൊക്കെ വിളിച്ച് പൂണൂൽ ഇയാൾ അണിയിപ്പിക്കുന്നു, പൂണൂൽ അങ്ങനെ അണിയിക്കാൻ പറ്റുന്നതാണ് ഒരു പരാതിയാണ്. 2 പരാതി ഇദ്ദേഹത്തിന് എവിടുന്ന് ഇത്രയും കാശ് കിട്ടി. ഒരു വ്യക്തിയാണ്, ആരുടെയും ഫണ്ട് മേടിക്കുന്നില്ല. ഇതുപോലെ പിന്നെ ഇവിടെ വന്നിട്ട് മഴയില്ല, ഇത് വന്നതിന് ശേഷം മഴയില്ല എന്നും പറഞ്ഞ് കുറച്ചൊരു പരാതി. ഈ പരാതികളെല്ലാം പോലീസുകാർ തള്ളിക്കളഞ്ഞു. ഇതിനകത്തൊന്നും യാതൊരു കുഴപ്പമില്ലാതെ നമ്മൾ ചോദിച്ചു, ഇദ്ദേഹം ആരെങ്കിലും ഫോഴ്സ്ഫുള്ളായിട്ട് പൂണൂൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ കാശിൻ്റെ കാര്യമൊക്കെ ഗവൺമെൻറ് അറിയാമല്ലോ, അവർ തന്നെ പറഞ്ഞു ഗവൺമെൻറ് അല്ലേ. അപ്പം ഞാൻ അതിനോട് മറുപടിയും പറയുക, ഇതൊന്നും എന്നോട് ഒരു ആരും ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. എന്നെ ഒരു പോലീസും വിളിച്ചിട്ടില്ല, ഒരു ഗവൺമെൻറ് അതോറിറ്റി എന്നെ വിളിച്ച്, അവർക്ക് വിളിക്കാൻ ഒക്കത്തില്ല. എല്ലാം അവരുടെ ഉണ്ടല്ലോ. എൻ്റെ കാശ് എല്ലാം ബാങ്ക് മുഖേനയുള്ള ഇടപാടാണ്. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ പല പ്രമുഖ കമ്പനികളുടെയും ലോയറായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാശൊക്കെ തന്ന ഇവരൊക്കെ തന്നെയാണ്. അത് അവർക്കെല്ലാം അക്കൗണ്ടിലുണ്ട് താനും. അപ്പോൾ എങ്ങും തിരക്കി പോകേണ്ട ആവശ്യമോ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാം. നമ്മളതിനൊന്നും എതിര് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു വിസ്മയ ലോകമാണ് ബ്രഹ്മലോകം. പിന്നെ അവിടുത്തെ പ്രതിഷ്ഠകളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളവിടെ എല്ലാവരെയും അവരെല്ലാം നമ്മുടെ ആരാധന എല്ലാം അവിടെ ദൈവമായിട്ടാണ്. ഉൾച്ചെടി വൃക്ഷങ്ങളും പിന്നെ നവഗ്രഹങ്ങളും നാഗദേവന്മാരും എല്ലാം, ഗണപതി, മുരുകൻ, അയ്യപ്പൻ, ആഞ്ജനേയൻ, മഹാവിഷ്ണു, മഹാശിവൻ, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, ശക്തിദേവി, പരബ്രഹ്മ, ഇവരെല്ലാം ഒരേ രീതിയിലാണ് നമ്മൾ എല്ലാം ദൈവമായിട്ട് തന്നെ ബ്രഹ്മാവിൻ്റെ അംശം ആയിട്ടാണ് നമ്മൾ അവിടെ ആരാധിക്കുന്നത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എനിക്കറിയാം നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ധാരാളം ഇതിനെപ്പറ്റി അഭ്യൂഹങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞാൽ 2 ഏക്കറിൽ ഇത്രയും വലിയൊരു അമ്പലം പണിയുമ്പോൾ ഒരാള്, അതും ആ നാട്ടുകാരനാണെങ്കിൽ പിന്നെയും നമുക്ക് ഒരു ആലോചനയിൽ നമുക്ക് കിട്ടും. അതെ അതെ. ഞങ്ങൾ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരിക, അതെ, ഇടയ്ക്ക് പോവുക. അപ്പൊ അതിന്റെ
കാശിന്റെ അത് മാത്രമല്ല, അതെ. നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഇത് പറയാ, ഈ പോയി വരലും ആ സമയം കറക്റ്റ് ആവണ്ടേ. അത് എനിക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് ഞാൻ ഒരിക്കലും ഈ ചെയ്തതെല്ലാം പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊരു മഹാകാര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത്, നമുക്കൊരു വ്യക്തിയെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുകയാണ്. അത് ദൈവമാണ് അതൊക്കെ ചെയ്യുന്നത്, നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു. പിന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചല്ലോ, ഒരു 5 തല ബ്രഹ്മാവ്. അതെ, 5 തല അതെന്താണെന്നുള്ളത്. അതായത് ബ്രഹ്മദേവന് 5 തല ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട്. പഞ്ചാനൻ എന്നാണ് വിളിക്കുക, പഞ്ചാനൻ പഞ്ചമുഖം ഉള്ളതാണ് ബ്രഹ്മദേവൻ ചരിത്രം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇടക്കാലത്ത് അത് ചരിത്രത്തിൽ മാറ്റം ഉണ്ടായി. ബ്രഹ്മദേവൻ കള്ളം പറഞ്ഞു, ശിവദേവന് കോപം വന്നു, അങ്ങനെ ശിവദേവൻ തലനുള്ളിയെടുത്തു, അങ്ങനെ ആദ്യം 4 തലയായി, പിന്നെ 3 തലയായി, ഇങ്ങനെ ധാരാളം കഥകൾ വന്നിട്ടുണ്ട്. ഞാനിതിലൊക്കെ വളരെ ഡീപ്പ് റിസർച്ച് ചെയ്യുകയും എനിക്ക് ദൈവങ്ങൾ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാനിത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3 പേരെ പിടിച്ചിരുത്തി ചോദിച്ചു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇത് വാന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എനിക്ക് ബിക്കോസ് ഐ വർഷിപ്പ് ദം. എനിക്ക് സത്യം അറിയണം. അവരെല്ലാം പറഞ്ഞു, വിഷ്ണുദേവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ശിവദേവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മുടെ തന്നെ പൂർവികർ, അവർക്കെന്ന് അതുപോലെ വേണമായിരുന്നു. അതിന് ചെയ്ത കാര്യങ്ങളാണ്. അതായത് ബ്രഹ്മദേവന്റെ ഒരു ദൈവത്തിന്റെ തല വേറൊരു ദൈവത്തിന് എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ദൈവം കള്ളം പറയുമോ? ബ്രഹ്മദേവന്റെ ലോകം തന്നെ സത്യലോകമെന്ന് നമ്മളെല്ലാം വാഴ്ത്തുന്നു. സത്യലോകത്ത് കള്ളമുണ്ടോ? അവിടെ കള്ളം പറയാൻ പറ്റുമോ? അപ്പൊ ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ല. നമുക്ക് മുന്നിൽ ഇതിനു മുമ്പ് വന്ന ആരും അത് ചോദിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പാട്ട് പാടി അങ്ങ് പോവുകയാണ്. അച്ഛൻ പറഞ്ഞു, അല്ലെ അമ്മ പറഞ്ഞു, അവരോട് ചോദിക്കും, അവരുടെ അച്ഛനമ്മ പറഞ്ഞു പറഞ്ഞങ്ങ് പാട്ട് പാടി. ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ചിന്തിച്ചാൽ ഇതെല്ലാം കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദൈവം കള്ളം പറഞ്ഞു. ബ്രഹ്മ ഒരിക്കലും കള്ളനും കുരുടനും മോഷ്ടാവുമല്ല, ചതിയനോ വഞ്ചകനോ അല്ല. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ ഈ ത്രിമൂർത്തികളിൽ നിന്ന് എടുത്ത് കളയണം. അതെന്തുകൊണ്ട് ആരും ഇതുവരെ എടുത്ത് കളഞ്ഞില്ല? എടുത്ത് കളഞ്ഞോളൂ. ബ്രഹ്മ വേണ്ട ഇവിടെ. വിഷ്ണു ശിവൻ രണ്ടുപേരും മതി. വിഷ്ണുദേവൻ ശിവദേവന് മാത്രം മതി. നടന്നില്ലല്ലോ, നടക്കുന്നുമില്ലല്ലോ, നടക്കത്തുമില്ല. കാര്യം അങ്ങനെ വന്നാലും ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാതായി പോകും. ഞാൻ പറഞ്ഞു ശരി, ദൈവം എന്നുള്ള കൺസെപ്റ്റും വേണം, എന്നാൽ അതിലൊരു ദൈവം കള്ളനുമാണ്, മോഷ്ടാവും പിടിച്ചുപറിക്കാരനൊക്കെയാണ്. വാട്ട് ഈസ് ദിസ്? അപ്പൊ ഇത് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ 5 തലയുള്ള ബ്രഹ്മദേവനെ, അത് നമ്മുടെ അതായത് വാമനാവതാരത്തിന് മുമ്പ് വന്ന് വേദകാലം, ആ കാലം എടുത്താൽ വേദകാലത്തിന് മുമ്പ് പ്രീവേദിക് പീരീഡ് എന്ന് പറയത്തില്ലേ, ആ സമയം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കിട്ടിയ അറിവ് 5 തലയുള്ള ബ്രഹ്മാവ് വിഗ്രഹം. എന്നാൽ അത് കഴിഞ്ഞ് വാമനാവതാരത്തിന് ശേഷമാണ് ഈ തലകളൊക്കെ നുള്ളിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അത് വാമനൻ തന്നെ ഒരു ഫ്രോഡാണ്, ചതിയനാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് വാമനൻ വന്നത് തന്നെ. അങ്ങനെയാണ് മഹാബലിയുടെ കയ്യിൽ നിന്ന് 3 സ്ഥലം മേടിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജനതയെ അങ്ങ് മറക്കുകയാണ്. നമ്മൾ അതിനെയാണ് പാരാട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു അതിനെ പാരാട്ടരുത്. എന്ത് തന്നെ വില കൊടുത്താലും ശരി, വാമനന് പൂജ അർപ്പിക്കാൻ പാടില്ല. മഹാബലിയാണ് ഇവിടെ ചക്രവർത്തി. മഹാബലിയാണ് നല്ല ഭരണം കാഴ്ചവെച്ചത്, വാമനല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ തത്വത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ബ്രഹ്മലോകവും ഈ തത്വങ്ങളെല്ലാം അധിഷ്ഠിതമാണ് ബ്രഹ്മലോകം. അതായത് നമ്മുടെ പ്രീവേദിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് ബ്രഹ്മലോകത്തെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ വാതിലുകളില്ല, കുണ്ടിയില്ല, അൺടച്ചബിലിറ്റി ഇല്ല, തൊട്ടുകൂടായ്മ ഒരു സംഭവം അവിടെ ആർക്കും അറിയത്തില്ല. ആർക്കും എപ്പോഴും 24 മണിക്കൂറും വരാം. നിറയെ സോളാർ ലൈറ്റ്സ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു അമ്പലമാണത്. സ്ത്രീകൾക്ക് പോലും സെൽഫ് സസ്റ്റൈനബിൾ ആണ്. ആരുടെയും ഒരു നയ പൈസ വാങ്ങിച്ചിട്ടില്ല, വാങ്ങാനും പാടില്ല എന്നാണ് ബ്രഹ്മദേവന്റെ ആദേശം. ബ്രഹ്മദേവന്റെ ഓർഡർ. വാങ്ങാൻ പാടില്ല ആരുടെയും. ഇവിടെ നിന്ന് വെളിയിലോട്ട് ഫ്രീ ആയിട്ട് ആരും കൊണ്ടുപോകാനും പാടില്ല, വെളിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇങ്ങോട്ടൊന്നും വരാനും പാടില്ല. ബ്രഹ്മലോകം ഇതൊക്കെ അവിടെ പാലിച്ചുകൊണ്ട് പോവുകയാണ്. അത് ലോകം നിലനിൽക്കുന്ന കാലം വരെ അതുണ്ടാവും. നമ്മൾ ലോകം പ്രപഞ്ചം എന്ന് പറയത്തില്ലേ, അതുള്ള സമയം വരെ അതുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന് മരണം ഉണ്ടാവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള സനാതന പ്രിൻസിപ്പിളിലാണ് ബ്രഹ്മലോകം സ്ഥാപിച്ചിരിക്കുന്നത്. സത്യം വദ ധർമ്മം ചര അതിഥി ദേവോ ഭവ. അതിനകത്തു നിന്ന് ആരെങ്കിലും കള്ളം പോലും പറഞ്ഞാൽ, ചതിവോ വഞ്ചനയോ മോഷണം നടത്തിയാൽ, അവർ ഈ ജന്മമല്ല എത്ര ജന്മം എടുത്താലും അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ബ്രഹ്മലോകം. ഞാൻ എല്ലാ ഭക്തജനങ്ങളോടും പറയുകയാണ്, അവിടെ വന്ന് അവിടെ ആരും ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട. കൈകൂപ്പി വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് വേണ്ടുന്ന കാര്യം പറഞ്ഞ് പോവുക. അവരുടെ കാര്യങ്ങൾ നടന്നിരിക്കും.
ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ്.